രാജ്യസ്നേഹം ഉറപ്പുവരുത്താൻ നമ്മളെപ്പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു ജനത ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ? ATM-ൽ, ബാങ്കിൽ, ഒടുവിലിത സിനിമാ കൊട്ടകയിലും. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്യാം നാരായൺ ചൗസ്കി എന്ന ഒരു വയോവൃദ്ധനായ രാജ്യസ്നേഹി കൊടുത്ത ഹർജിയിലാണ് സുപ്രീം കോടതി ഇടക്കാല വിധി പറഞ്ഞത്. രാജ്യത്തെ എല്ലാ സിനിമാ കൊട്ടകകളിലും ഫീച്ചർ ഫിലിമുകൾ തുടങ്ങുന്നതിന് മുമ്പ് ദേശീയഗാനം പ്രദർശിപ്പിക്കണം. ഒപ്പം ദേശീയഗാനത്തെ ബഹുമാനിക്കാൻ എല്ലാ പ്രേക്ഷകരും എഴുന്നേറ്റ് നിൽക്കുകയും വേണം. കേരള സമ്മിറ്റ് അന്വേഷിക്കുകയാണ്, ദേശീയഗാനം സിനിമാ കൊട്ടകകളിൽ നിർബന്ധമാക്കുമ്പോൾ ദേശസ്നേഹവും രാജ്യസ്നേഹവും വളരുമെന്നുണ്ടോ? പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ 5 പാനലിസ്റ്റുകൾ നമ്മളോടൊപ്പമുണ്ട്. ചോദ്യങ്ങൾ ഇവയാണ്: സിനിമാ കൊട്ടകകളിലെ നിർബന്ധിച്ചുള്ള ദേശീയഗാനാലാപനം രാജ്യസ്നേഹം വളർത്തുമെന്ന് എന്താണ് ഉറപ്പ്? ചോദ്യം നമ്പർ 2: മറ്റ് വിനോദശാലകളെ ഒഴിവാക്കി സിനിമാശാലകളിൽ മാത്രം എന്തുകൊണ്ട് ദേശീയഗാനം പ്രദർശിപ്പിക്കണം? ചോദ്യം നമ്പർ 3: നിർബന്ധിച്ച് ഉണർത്തുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട ഒന്നാണോ രാജ്യസ്നേഹം? ശ്വാസകോശം പോലെ പരിഹാസ്യമായി തീരുമോ ജനഗണമനയുടെ ആലാപനവും ഭാവിയിൽ? കേരള സമിറ്റ് അന്വേഷിക്കുകയാണ് ജനഗണമനങ്ങളുടെ കൊട്ടക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനോദ് സുകുമാരൻ, എഴുത്തുകാരൻ ശ്രീ രാജേന്ദ്രൻ എടത്തുംകര, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ശ്യാം പത്മൻ, എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്, BJP ഉത്തരമേഖലാ പ്രസിഡന്റ് ശ്രീ VV രാജൻ, ഒപ്പം രാജ്യസ്നേഹികളായ സിനിമാസ്വാദകരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ VV രാജൻ, ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ മുതൽ നിരവധി തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ നമ്മളോടൊപ്പം അറിയിക്കുന്നത്. അതിലെ വളരെ പ്രസക്തമായൊരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. ഇത് ആരെയും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ലെന്ന് ഫാരിസ് കുറിക്കുന്നു. കൊടുവായൂരിൽ നിന്ന് സന്തോഷ് പറയുന്നു, രാജ്യസ്നേഹം ഓരോ പൗരൻ്റെയും മനസ്സിൽ സ്വയം വരേണ്ട വികാരമാണ്, അല്ലാതെ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യ കൊണ്ടല്ല. ഭാവിയിൽ കല്യാണ വീട്ടിൽ താലി കെട്ടുമ്പോഴും മരണവീട്ടിൽ ശവമഞ്ചമെടുക്കുമ്പോഴും അമ്പലത്തിൽ വയ്ക്കുന്ന പാട്ടിനും പള്ളിയിലെ ബാങ്ക് വിളിക്കുമെല്ലാം ദേശീയഗാനം നിർബന്ധമാക്കാനുള്ള സാധ്യതയുണ്ടോ? സുപ്രീം കോടതി വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ആദ്യത്തെ ചോദ്യത്തിലേക്ക്: ദേശീയഗാനം സിനിമാ കൊട്ടകയിൽ നമ്മളുടെ രാജ്യസ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് ഒരു ദേശീയ പതാകയും ഒരു ദേശീയ ഗാനവും എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവിടുത്തെ ജനങ്ങൾ ഭയമുണ്ടാവണോ സർ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ അവിടെ ആ ജനങ്ങൾ അത് പാലിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഏത് രാഷ്ട്രത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടുത്തെ ദേശീയ ഗാനത്തെ വളരെ നല്ല നിലയിൽ തന്നെ അവിടുത്തെ ആ ഒരു ദേശസ്നേഹത്തോടു കൂടി തന്നെ അവിടുത്തെ ജനങ്ങളത് പാലിച്ചു പോരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ഇതിനെ സംബന്ധിച്ച് ഒരു വിധിയൊന്നുമില്ലാതെ തന്നെ, ഒരു സുപ്രീം കോടതി വിധിയൊന്നുമില്ലാതെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ കോടതി തന്നെ പറയുന്നു, കോടതിയിൽ ഈ ദേശീയഗാനം നിർബന്ധമാക്കണോ എന്ന ചോദ്യം വന്നപ്പോൾ കോടതി പറയുന്നു അത് വേണ്ട എന്ന് പറയുന്നു. അതെന്താണ് സർ കാരണം? എൻ്റെ അഭിപ്രായം കോടതികളിലും ഇത് നിർബന്ധമാവണം എന്നുള്ളതാണ്. റൈറ്റ്. നമ്മുടെ വീട്ടിൽ അമ്മയോട് നമുക്ക് സ്നേഹമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ മുന്നിൽ പോയി ജനനീ ജന്മഭൂമിച്ച സ്വർഗാത ഭീഗരീസ് ചെയ്യുന്ന എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് തോന്നും? അല്ല, അത്തരത്തിലൊരു വികാരമാണ് ദേശീയ ഗാനത്തെ സംബന്ധിച്ചുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയുടെ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മയെ കാണുന്നത് പോലെ എല്ലാ സമയത്തും ദേശീയ ഗാനം ആലപിക്കണം എന്ന് ഭാരതാംബ നമ്മുടെ അമ്മയോടുള്ള സ്നേഹം പോലെ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്? അതെ, ഭാരതാംബയാണ്, ഭാരതാംബയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ദേശീയ ഗാനവും പാടിക്കൊണ്ട് നടക്കണമെന്നാരും നിർബന്ധിച്ചിട്ടില്ല. സിനിമാ കോട്ടയിലും വേണമെന്നില്ല. തീർച്ചയായിട്ടും സിനിമാ കോട്ടയിൽ മുമ്പ് കാലത്ത് തന്നെ ദേശീയ ഗാനം ഉണ്ട്. 1962 ചൈനയുടെ ആക്രമണത്തിന് ശേഷമുണ്ട്. കാരണം ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ സിനിമാശാലകൾ ദേശീയ ഗാനം പാടാറുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ആരും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. റൈറ്റ്. ഞാൻ വരുന്നു വിനോദ്. നമ്മളിതിൻ്റെ നിയമവശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമാ കൊട്ടകയിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ സ്വാഭാവികമായി സിനിമ കാണാൻ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലാണെങ്കിൽ നാളെ മുതൽ ഞാനും പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും 5 ഷോകളിൽ ഏകദേശം 4 മിനിറ്റോളം നേരം, 4 മിനിറ്റ് 6 സെക്കൻഡ് നേരം ഞാൻ എഴുന്നേറ്റ് നിന്ന് രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. 5 ഷോകളാണ് സാധാരണ ഫിലിം ഫെസ്റ്റിവലിലുള്ളത്. ഇത് ആ സമയത്ത് ഇത് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രേക്ഷകനിൽ എന്ത് രാജ്യസ്നേഹമാണ് ഉണ്ടാക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇമ്പോസ്ഡ് ലോ വരുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു എതിർപ്പ് പിടിച്ചു പറ്റുകയോ ചെയ്യുള്ളൂ.
പ്രത്യേകിച്ച് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു നിയമം ഉണ്ടാക്കേണ്ടത്, രാജ്യത്തുണ്ടാക്കേണ്ടത് ഒരിക്കലും ഒരു സെൻറ്റിമെൻറ്റിൻ്റെ മേലെ അല്ല, പ്രായോഗികതയും അതിൻ്റെ മെറിറ്റും നോക്കിയിട്ട് വേണം ഉണ്ടാവാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം തിയേറ്ററുകളിലും പ്രത്യേകിച്ച് ഹിന്ദി സിനിമയിൽ തന്നെ റിലീസ് ചെയ്യുന്ന 95% ഓഫ് സിനിമകളും സർട്ടിഫിക്കറ്റോടെയാണ്, അഡൾട്ട് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്, അതിലത് ബോഡി ഷോ മാത്രം കാണിക്കുന്നതുകൊണ്ടല്ല. അത്തരം തിയേറ്ററുകളിൽ നിന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 18 വയസ്സിന് തിയേറ്ററിൽ വരാത്തവർക്ക് ഈ നാഷണലിസവും പാട്രിയോട്ടിസവും വേണ്ടേ? എത്ര പേരാണോ ഒരു രാജ്യത്ത് ഒരു ദിവസം സിനിമ കാണുന്നത്? ബാക്കിയുള്ളവർക്കൊന്നും ഇത് ചെയ്യണ്ടേ? എന്ന് മാത്രമല്ല, ഈ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻസ്റ്റിൽ ദ കമ്മിറ്റഡ് പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസം എന്നുള്ളതാണ്. അങ്ങനത്തെ ഉള്ള ഒരു ആവശ്യം ഉണ്ടോ ഇന്നത്തെ കാലത്ത്? അങ്ങനത്തെ ഒരു ഇമ്പോസിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അച്ഛനമ്മമാർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കും. ഇതിനൊന്നും നിയമമില്ല, ഇതൊരു പ്രാക്ടീസ് കൊണ്ടാണ്. ശ്രീ ബാലചന്ദ്രൻ, ഇതൊരു തരം ഇമ്പോസിഷനാണോ? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ഇനി അനവധി ഇമ്പോസിഷനുകൾ കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഫാസിസ്റ്റ് സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പോലും ഇപ്പോൾ എനിക്കൊരു ജീവചരിത്രം എഴുതണമെങ്കിൽ ഞാൻ ഫാസിസത്തെക്കുറിച്ച് എഴുതേണ്ടി വരുന്നു എന്നൊരവസ്ഥ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. ഇത്തരമൊരു സമൂഹത്തെ ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ദേശീയത എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തെ ആരൊക്കെയോ കൂടി നശിപ്പിച്ചിരിക്കുന്നു. ആ നശിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ് ദേശീയഗാനം, ജനഗണമന, സിനിമാ തിയേറ്ററിൽ വേണം എന്നൊക്കെ പറയുന്നത്. എന്നാണ് ദേശീയത ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈവിധ്യമുള്ള ജനതയെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്താണ് നാഷണലിസം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെ പൊരുതി വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനഗണമന എന്നൊക്കെ പറയുന്ന ഒരു പ്രതിരോധ ആശയമായിട്ടാണ് അത് വരുന്നത്. അത് സ്വാഭാവികമായും ആരുടെ പേരിലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഈ രാജ്യത്ത് പിറന്ന, ഈ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാവരുടെ മനസ്സിലും ദേശീയതയുടെ അംശമുണ്ട്. ഞാനതിൻ്റെ നിയമവശം ഒന്ന് ചോദിച്ചിട്ട് വരാം. ശ്രീ ശ്യാം പത്മൻ, എന്നോട് നമ്മുടെ ഈ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഒരു ചിഞ്ചു ഷാഹുൽ അവർ ആവശ്യപ്പെടുന്നത്, മറ്റു ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ നിർബന്ധമായി രാജ്യസ്നേഹം വളർത്തുന്ന തരത്തിലുള്ള കോഡുകൾ നിലവിലുണ്ടോ? ഇമ്പോസിഷൻ അടിച്ചേൽപ്പിക്കുന്ന കോഡുകൾ നിലവിലുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് 1971 ഒരു ആക്ട് മാത്രമാണ്, അതായത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് മാത്രമാണ് നിലവിലുള്ളത്. അങ്ങനൊരു നിയമം പോലും നിലവിലില്ലാതിരിക്കെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിക്ക് എത്രമാത്രം സാധുതയുണ്ട് എന്നറിയാനൊരു ആഗ്രഹമുണ്ട്. ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ്, ഇത് വെറുമൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്, ഇൻട്രീം മെഷർ എന്നാണ് സുപ്രീം കോടതി തന്നെ അതിന് പറയുന്നത്. കൂടാതെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ എഫിഡവിറ്റോ അല്ലെങ്കിൽ അവരുടെ ഭാഗം കൂടി കേൾക്കാതെ പാസ്സാക്കിയിട്ടുള്ള ഒരു ഓർഡറാണ്. ഇതെല്ലാം യൂണിയൻ ഓഫ് ഇന്ത്യ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് കൃത്യമായും 7 ദിവസത്തിനകം ഇല്ല, ദാറ്റ് വാസ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തതാണ്. ഈ തന്നിട്ടുള്ള അഡ്വൈസറി അല്ലെങ്കിൽ ഇത് അതിന് വേണ്ട എന്താ പറയുക പബ്ലിസിറ്റി കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതല്ലാതെ ഒരു കൗണ്ടർ എഫിഡവിറ്റ് കൗണ്ടർ കൊടുക്കുന്നില്ല. അല്ല, ഫെബ്രുവരി 14 വെച്ചിരിക്കുകയാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇതിൽ 2 ഹർജികൾ വേറെയും വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി, അതായത് ഇത് റിക്കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതും പരിഗണിക്കിരിക്കണം. അതിലാണ് ഇതിലൊരു ഭേദഗതി വരുത്തിയത്. അതായത് ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ റെസ്പെക്ട് കാണിച്ചാൽ മതി, നിൽക്കേണ്ടതില്ല എന്നും. കൂടാതെ കോടതിയുടെ നേരത്തെ സംസാരിക്കേണ്ടായി, അതായത് കോടതിയിൽ നിർബന്ധമാക്കണോ, അത് വേണ്ടെന്നല്ല കോടതി, അത് ഫോമാറ്റിലല്ലാത്തതിനെ കൊണ്ട് റിജക്ട് ചെയ്തതാണ്. അതായത് ആ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ വാസ് നോട്ട് ഇൻ ദ കറക്റ്റ് ഫോമാറ്റ്. അപ്പോൾ അതിനെ കൊണ്ട് റിജക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 14 ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ ഫിലിം ഫെസ്റ്റിവൽ അവസാനിക്കാൻ പോകുന്നത് അടുത്ത 16-ാം തീയതിയാണ്. തൽക്കാലം ഇൻട്രീം ഓർഡർ നിലനിൽക്കെ അതിന് നമുക്കെതിരെ പോവാന്ന് പറയുന്നത് ശരിയല്ലല്ലോ, കാര്യമല്ലല്ലോ. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, നിലവിൽ നാഷണൽ ഈ പറയുന്ന ഓണർ ആക്ട് നിലനിൽക്കെ, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ഓണർ ആക്ട് നിലനിൽക്കെ, സുപ്രീം കോടതിയുടെ ഇന്റീരിയമായിട്ടുള്ള ഈ ഓർഡർ എത്രമാത്രം സാധുതയുണ്ട് ഭരണഘടനാപരമായി? കാര്യം നിലവിൽ ഇതിനെങ്ങനെയാണ് ജുഡീഷ്യൽ ലോ ഉപയോഗിച്ചുകൊണ്ട്, ജുഡീഷ്യൽ ലോ മേക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ പ്രയോഗം തന്നെ ഇല്ലല്ലോ ഇന്ത്യയിൽ. ലോ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. IFFKയിൽ ദേശീയതയെ പ്രതിരോധിക്കുന്ന ഒരു സിനിമ കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ദേശീയ ഗാനം ഇടുമ്പോൾ എഴുന്നേറ്റു നിൽക്കാൻ പറ്റാതെ പോകുന്ന ഒരു സിനിമാ സാധാരണ പ്രേക്ഷകന്, ആ പ്രേക്ഷകനെ പോലീസ് എന്ത് ചെയ്യും? നിലവിലുള്ള കോടതി വിധി എങ്ങനെ നിൽക്കണമെന്ന് നിയമത്തിലല്ലേ ഈ ഓർഡറിലാണ് ഉള്ളത്. എങ്ങനെയാണ് അയാളെ ശിക്ഷിക്കുക? നിലവിൽ അതിന് പ്രൊവിഷൻ ഇല്ലല്ലോ.
അല്ല നിയമം പറയാൻ പറ്റും 3 കൊല്ലം വരെ സെക്ഷൻ 3 ഓഫ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ഇല്ല, അത് പറഞ്ഞിരിക്കുന്നത് നിൽക്കണമെന്നല്ല. ആ അസംബ്ലിയെ നിങ്ങൾ തടസ്സപ്പെടുത്തിയാലാണ് കുഴപ്പം. അല്ല, ഷോയിങ് ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ Disrespect അല്ലല്ലോ എന്തെങ്കിലും ഇരിക്കുക നിലക്കുള്ള എന്നുള്ളത്. ഇത് അതിൽ അപ്പൊ എന്റെ കാണിക്കുകയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ ഇരിക്കുക എന്നുള്ളത് ഡിസ്റെസ്പെക്ട് ആവുന്നില്ലല്ലോ. നിർബന്ധമല്ല. കാരണം നമുക്ക് മുമ്പ് തന്നെ ഒരു കേസ് കേരളത്തിൽ നിന്ന് പോയതുണ്ട്, യഹോവ സാക്ഷികളുടെ. യഹോവ സാക്ഷികളുടെ. അതിൽ നിൽക്കേണ്ടതില്ലെന്നാണ് സുപ്രീം That കോടതി means പറഞ്ഞത്. കാരണം ഈ വെഡിക്റ്റ് ഒരു ഹോളോ വെഡിക്റ്റ് ആണ്, ഇന്റീരിയം ഓർഡർ ഒരു ഹോളോ ഇന്റീരിയം ഓർഡർ ആണ് എന്ന് പറയാൻ സാധിക്കുമോ ആസ് എ ലീഗൽ പേഴ്സണാലിറ്റി? as a legal person I cannot say that because it is sub judice before the court. I cannot comment on that. You can make a Basically. comment on that. അല്ല, Because only ഒരു final order is it വരുന്നതിന് മുമ്പ് unconstitutional? Is it unconstitutional? My simple question. it is yet to be heard and decided by the Supreme Court. I cannot say it's unconstitutional because അതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ I am bound to follow it. ബട്ട് ഈവൻ ദെൻ അതിന്റെ സാങ്ഷൻ എത്രയാണ്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് സംശയം. ഇംപ്ലിമെന്റേഷൻ ലെജിസ്ലേച്ചറിന്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രിറോഗേറ്റീവ് ആണ്. അതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇല്ലെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വേണ്ടത്ര അവധാനതയോടെടുത്ത് തീരുമാനമല്ല എന്ന് ഉറപ്പാണ്. That is why it is an interim measure. It's not a final order. But even then the interim measure is not perfect. I cannot agree with that. Perfection is impossible in anything. Not But only even in then judiciary. ജുഡീഷ്യൽ വെഡിക്റ്റ് ആണ്, സുപ്രീം കോടതിയാണ്. രാജ്യത്തെ 137 കോടി സിനിമാസ്വാദകരാണ് പോകുന്നത്. അവരാണ് എഴുന്നേറ്റ് നിൽക്കാതെ പോകുമ്പോൾ നാളെ ഹുണ്ടായിസം കാണിക്കുന്ന നാഷണലിസ്റ്റുകളുടെ മുമ്പിൽ മറുപടി പറയേണ്ടത് Practical difficulties in implementation will be there. നന്ദു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്, ചിരി നല്ലതാണ് പക്ഷെ മരണ വീട്ടിൽ ആരും ചിരിക്കാറില്ല. ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ടോയ്ലറ്റിൽ വെച്ച് ബിരിയാണി കഴിക്കാറില്ല. അല്ല, ഈ ദേശീയ ഗാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും പവിത്രമായ സ്ഥലങ്ങളിൽ മാത്രമേ അത് പാടാറുള്ളൂ. ദേശീയ ഗാനം അത് ബിരിയാണി ടോയ്ലറ്റിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയുടെ റൂളിനനുസരിച്ച് തന്നെ ദേശീയ ഗാനം എവിടെയാണ് ആലപിക്കേണ്ടതെന്ന് കൃത്യമായി പറയേണ്ടത്. അതായത് ദേശം ഒരു രാജ്യത്തിന് അഭിമാനകരമാകുന്ന മുഹൂർത്തങ്ങളോ ഇവൻറ്റുകളോ പ്രതിനിധികളോ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന് മുമ്പോ പിൻപോ ആയിരിക്കണം ദേശീയ ഗാനം അവതരിപ്പിക്കേണ്ടത്. എന്ത് ദേശീയത അല്ലെങ്കിൽ എന്ത് രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിന് അഭിമാനകരമാകുന്ന ഒരു സംഭവമാണ് സിനിമാ തിയേറ്ററിൽ കാണിക്കുന്നത്. അതാണ് പറഞ്ഞ് ഞാൻ പറഞ്ഞത് 95% ഓഫ് സിനിമ അതല്ലെങ്കിൽ നമുക്കത് മറ്റേ ഹിന്ദി സിനിമകളുടെ കാര്യം വിടും, ഹോളിവുഡ് സിനിമ, അമേരിക്കൻ സിനിമ എടുക്കൂ, 99% ഓഫ് അമേരിക്കൻ സിനിമ അമേരിക്ക ഈസ് ദ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞിട്ട് അവരോധിച്ചു കൊണ്ടുള്ള ഒരു കൺക്ലൂഷനോടുകൂടി സിനിമ അവസാനിക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് മുമ്പിൽ നമ്മൾ ദേശീയ ഗാനം ആലപിച്ചിട്ട് എന്താ കാര്യം? എത്ര സിനിമകളാണ്, അഗ്ലി ഹൊറർ സിനിമകളാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന അഡൾട്ട് സർട്ടിഫിക്കറ്റോടുകൂടി. ഇതിനു മുമ്പിൽ നമ്മൾ ഇതാണോ ഒരു രാജ്യത്തിന് അഭിമാനകരമാവുന്ന സംഭവങ്ങൾ? അപ്പോൾ എന്താണ് നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ദേശീയ ഗാനം എവിടെ അവതരിപ്പിക്കണം എന്ന് പറയുന്നതിനുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല ജുഡീഷ്യറിക്ക് ഒരു ജനത്തിന്റെ മേലെ നേരിട്ട് നിയമം അപ്ലൈ ചെയ്യാനുള്ള അവകാശമില്ല, അധികാരവുമില്ല. അത് പാർലമെന്റിലോ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമായി വരണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ക്ലാസ്സിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം. അങ്ങനെയെങ്കിലും ആക്ട് ആവുള്ളൂ. നോക്കൂ, ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ സിനിമ കാണാൻ പോയിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇന്നലെ കൽക്കട്ടയിൽ ബ്രിഗേഡ് എന്ന് പറയുന്ന അഡൽട്ട് കണ്ടന്റുള്ള ഒരു സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ തിയേറ്ററിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റില്ല. സ്വാഭാവികമായും അതിനെതിരെ നിങ്ങൾക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റുമെന്ന ചോദ്യം ഇപ്പോൾ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ അനാഥമായി തന്നെ കിടക്കുകയാണ് ആ ചോദ്യം. പക്ഷേ ആ തിയേറ്ററുകാർ പറയുന്നത് ഈ സിനിമ കാണാൻ വരുന്ന ആളുകൾ ദേശസ്നേഹം ഉണർത്താൻ വേണ്ടി ദേശസ്നേഹ വികാരവുമായി വരുന്നതല്ല, മറ്റു ചില വികാരങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. ശ്രീ രാജേന്ദ്രൻ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? കിന്നാരത്തുമ്പി കാണാൻ വരുന്ന പ്രേക്ഷകൻ ദേശീയ ഗാനം വരുമ്പോൾ അറ്റൻഷൻ അടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് സാർ ഉള്ളത്? അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അഭിലഷണീയമായ സാഹചര്യത്തിൽ മാത്രമേ ദേശീയ ഗാനം ആലപിക്കാവൂ എന്ന് ഇന്ത്യയിൽ വിധിയുണ്ട്. കിന്നാരത്തുമ്പി അഭിലഷണീയമായ ദേശീയ സാഹചര്യമാണോ? അതാണ് ചോദ്യം. എന്തുകൊണ്ട് നാടകശാലകൾക്കും നടനശാലകൾക്കും മറ്റു വിനോദശാലകൾക്കും ഇല്ലാത്ത പ്രാധാന്യം സിനിമാശാലകൾക്ക് ദേശീയ ഗാനത്തിന്റെ സ്ഥലമായി സുപ്രീം കോടതി കരുതാനിടയാക്കി? ഇടവേളയ്ക്ക് ശേഷം തുടരും. യഥാർത്ഥത്തിൽ നമുക്ക് നിലവിൽ ദേശീയ ഗാനം ഏതൊക്കെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ആകാം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു കൃത്യമായ നിയമം നിർമ്മിക്കാൻ സാധിക്കാതെ പോയതാണോ സുപ്രീം കോടതി ഇതിനെ സാന്ദർഭികമായിട്ട് വിശദീകരിക്കാൻ ഇടയാക്കിയത്? ഞങ്ങളെ സംബന്ധിച്ച് ദേശസ്നേഹികളായ ആളുകൾക്ക് ദേശഭക്തി ഗാനത്തോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആദരവ് മുന്നിൽ ഇത്തരം ചിത്രങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനല്ല ഞങ്ങൾക്ക് തോന്നുന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേശീയ ഗാനം കഴിഞ്ഞ ശേഷം ആ ചിത്രം കാണാനല്ലേ ഇരിക്കുന്നത്, ഇറങ്ങി പോകേണ്ടി വരും. ദേശീയ ഗാനം എന്നുള്ളത് നമ്മുടെ നാടിന്റെ വികാരമാണ്. ആ വികാരത്തെ നമ്മൾ ഒരു കാര്യം പറയട്ടെ, ഇതൊരു വിനോദമാണ്. സിനിമ എന്ന് പറയുന്നത് വിനോദോപാധിയാണ്. നമ്മളവിടെ ചെല്ലുന്നത് ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ദേശീയ ഗാനത്തിൻ്റെ ആവശ്യമില്ല. ദേശീയ ഗാനം അതിന് മുമ്പുണ്ടെങ്കിൽ ഇത് രണ്ടും ബന്ധപ്പെടുത്തി തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. രണ്ടും രണ്ടല്ല. എനിക്ക് ഏറ്റവും ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ
ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഒരു നിയമം ഉണ്ടോ? ഇല്ല. ഇല്ല, അതിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രീം മെഷർ അല്ലെങ്കിൽ ഇൻട്രീം ഓർഡറിനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ നമ്മളടക്കം വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ള ലെജിസ്ലേറ്റേഴ്സിന് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഉണ്ടല്ലോ സർ. എന്നാ പിന്നെ അല്ല, എവിടെയാണ് ഉണ്ടല്ലോ സർ. നിയമമുള്ളത്? ഈ വളരെ വളരെ ഫ്രീ ആയ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു legislation ആണല്ലോ ഇത്. 2016 മാർച്ചിലുള്ള ഒരു അഡ്വൈസറി മാത്രമാണ് നാഷണൽ ആന്തം സിംഗിങ്ങിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസറി ഉള്ളത്. വൈ കാൻ വി ഹാവ് ആൻ ആക്ട് ലൈക്ക് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 മാതിരി ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ നാഷണൽ ആന്തം പാടണം അല്ലെങ്കിൽ എപ്പോഴാണ് റിസൈറ്റ് ചെയ്യേണ്ടത്, അത് ഏത് നിലയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഫ്ലാഗ് കോഡ് കണ്ടിട്ടുണ്ടോ? ഫ്ലാഗ് കോഡിൽ കൃത്യമായിട്ട് അത് ഏത് കളർ എവിടെ ഏത് വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കണം, ഹാഫ് മാസ്റ്റിൽ എപ്പം വെക്കണം എന്ന് പറഞ്ഞ് കൃത്യമായി പറയുന്നത്. സിമ്പിൾസ് ഓർഡറിലാണ്. ഈ കൃത്യത ഈ നാഷണൽ ആന്തത്തിനും വരികയാണെങ്കിൽ ഒരു ജുഡീഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓവർ ആക്ടിസം ഒരു കാലത്തും വരില്ല. എന്റെ ഒരു സംശയം നോക്കൂ, അതിനൊക്കെ ഇത്ര കൃത്യമായ രീതിയിലുള്ള കോഡ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. വേണമല്ലോ. അതായത് എന്റെ സംശയം ഇതാണ്, ഈ ദേശീയഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഞാൻ ദേശീയഗാനം കേൾക്കുമ്പോൾ ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ദേശീയഗാനത്തോടുള്ള ആദരവാണോ, ദേശീയഗാന രചയിതാവിനുള്ള ആദരവാണോ, ദേശത്തോടുള്ള ആദരവാണോ? അല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഇലാബറേറ്റ് ചെയ്തോട്ടെ, ഒരു ഒറ്റ മിനിറ്റ് മാത്രം. അതായത് ഇതൊരു സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഒരു രാഷ്ട്രവും പൗരനും തമ്മിൽ, അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഒറിജിൻ ഓഫ് സ്റ്റേറ്റിന്റെ പ്രിൻസിപ്പൾ വെക്കുമ്പം നമുക്ക് ഒരു സോഷ്യൽ കോൺട്രാക്ട്, നമുക്ക് പ്രൊട്ടക്ഷനും പ്രിസർവേഷനും ഒക്കെ രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുമ്പോൾ രാഷ്ട്രത്തിന്റെ സർട്ടൻ സിമ്പിൾസിനെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നിയമപ്രകാരം കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. 71 ആക്ട് വന്നു, 77 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നു. ഇതേ ദേശീയതയെ കുറിച്ചുള്ള ദേശീയ ഗാനം എഴുതിയ ആള് തന്നെയാണ് നാഷണലിസം ഇസ് എ പെനസ് എന്ന് പറഞ്ഞത്. ദേശീയത എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണെന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഫിലോസഫീസ് അപ്പാർട്ട്, ഞാൻ ചോദിക്കുന്നത് ഒരു സ്പെസിഫിക് ലെജിസ്ലേഷൻ എന്താ തടസ്സമുള്ളത്? വെൻ വി ഹാവ് അവർ ലെജിസ്ലേച്ചേഴ്സ് സിറ്റിംഗ് ദർ മേക്കിംഗ് ലോസ്, വൈ കാൻ വി ഹാവ് എ സ്പെസിഫിക് ലെജിസ്ലേഷൻ? നാടകം കാണുമ്പോൾ, കഥകളി കാണുമ്പോൾ, ഗാനമേള കേൾക്കുമ്പോൾ, മിമിക്സ് പരേഡ് കാണുമ്പോൾ, എന്തിനേറെ വീട്ടിലെ സീരിയൽ കാണുമ്പോൾ, ഇതൊക്കെ വിനോദശാല സ്ഥലങ്ങളാണ്, വിനോദശാല ഇടങ്ങളാണ്. അവിടെ ഒന്നും എന്തുകൊണ്ട് പാടില്ല? ആ സിനിമാശാലകൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒതുങ്ങിയ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ ദേശീയ ഗാനം, അതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ലാതെ ഒരു വയലിൽ നാടകം കളിക്കുമ്പോൾ അവിടെ ദേശീയ ഗാനം പാടണമെന്നൊന്നുമില്ല. അതെന്താ സാർ പാടിയ? അല്ല, ആവശ്യമില്ല. നാടകം തിയേറ്ററിലല്ലേ കളിക്കുന്നത്? അല്ല, ചില നാടകങ്ങൾ നല്ല നാടകങ്ങളൊക്കെ തിയേറ്ററിലാണ് കളിക്കുന്നത്. ഇടക്കാല ഉത്തരവിൽ ഫീച്ചർ ഫിലിമിന് മുമ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സിനിമയ്ക്ക് മുമ്പ് എന്നല്ല. ഫീച്ചർ ഫിലിം ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വളരെ സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണാം. ഈ വ്യക്തി കബി ഖുശി കബി ഗം എന്നുള്ള സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയ്ക്കകത്തുള്ള ഒരു സോങ് ആയിട്ട് ജനഗണമന ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സീൻ വന്നപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും പുറകിലുള്ള ആളുകളെ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അടിച്ചിരുത്തുകയും ചെയ്തതാണ്. ഇയാൾക്കൊരു പ്രൊവോക്കേഷൻ ഉണ്ടായിട്ട് ഈ കേസിന്റെ പുറകെ 14 വർഷമായി ഈ കേസിന്റെ പുറകെ 2003 എന്ന് 2015 ഹോം മിനിസ്ട്രിയുടെ ഉത്തരവിലുണ്ട്. എന്ന് മാത്രമല്ല ദേശീയ ഗാനം കാണിക്കുമ്പോൾ ദേശീയ ഗാനം ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്തോ ന്യൂസ് റീലിലോ ഏതെങ്കിലും ഒരു വിഷ്വൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് ഭരണഘടനയുടെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇതൊരു അവസരമായി എടുത്തിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു വൃദ്ധനെ അടിച്ചു കൊല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിൽ എഴുന്നേറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ഭാഗമായി എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭിന്നശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇളവ് കിട്ടും. ഇവിടെ ഗോവയിൽ ഇപ്പൊ അടുത്ത് ഗോവയിൽ അയാളെ മന്ത്രിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കാത്ത ഒരാൾക്ക് നിയമപ്രകാരം എന്ത് ശിക്ഷ നൽകും? ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും? ഏത് നിയമം ചട്ടം പ്രകാരം അദ്ദേഹത്തിന് ജുഡീഷ്യറി പ്രോസസ്സിന് വിധേയമാക്കും? തീരുമാനിക്കും. ഇതൊന്നും ഈ നിയമത്തില്ല. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാവുക ഇന്ത്യയിൽ എല്ലായിടത്തും ആളുകൾ ഇടപെടുന്നത് പോലെ വിജിലന്റ് ആയ ഒരു ഗ്രൂപ്പ് തിയേറ്ററുകൾ കൈയടക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ലല്ലോ രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം എഴുതിയത്. അതോടൊപ്പം 1911
ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടർ പറയുന്ന ചാനൽ കാരണം ശശികല ഉത്തരവിൽ പറഞ്ഞത് വേറെയും പ്രശ്നമുണ്ട്. ശശികല ഉത്തരവിൽ ഒരു ഉൾപ്പെടെ പ്രശ്നം. ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതാണ് ഷോ. ദേശീയ പതാകയും എന്താ കുഴപ്പം? ഞാൻ ദേശീയ പറഞ്ഞുതരാം. ഗാനത്തെ അംഗീകരിക്കാൻ RS ഇതുവരെ RSS സന്നദ്ധമായിട്ടില്ല. അവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ല, കേട്ടോ? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഷോ ഒരു റെസ്പെക്ട് ദേശീയ എന്നുള്ളത് ദേശീയ സ്റ്റാൻഡിംഗ് പതാകയൊന്നും റെസ്പെക്ട് RSS-നോ എന്നാണുള്ളത്. Yes, yes. BJP-ക്കോ മാത്രമുള്ളതല്ല. Sir, please, please. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ദേശീയ ഗാനവും ദേശീയ പതാകയൊന്നും RSS-നോ BJP-ക്കോ മാത്രമുള്ളതല്ല. അത് ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ടാവേണ്ടതാ. Right. പക്ഷേ അതിനെതിരെ RSS പക്ഷേ BJP എന്നുള്ള ഇടപെടൽ ഉണ്ടാവുന്നു. പക്ഷേ സലിൽ ചതുർവേദി ആക്രമിച്ചത് കോൺഗ്രസ്സുകാരല്ല, സലിൽ ചതുർവേദി ആക്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ് അത് അവർ BJP ആണെന്നുള്ളത് യാതൊരു തെളിവില്ലല്ലോ. റൈറ്റ്? അതാണ് നമ്മുടെ പ്രശ്നം. 71 Yes. ഈ ദേശീയ സ്മാരകങ്ങളോടും ചിഹ്നങ്ങളോടും ബഹുമാനം കാണിക്കണം എന്ന് പറയുന്ന ഉത്തരവിൽ ബഹുമാനം കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. ഈ എഴുന്നേറ്റ് നിൽക്കലിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? I want this. കൈ താഴ്ത്തിയിട്ടാണോ, Yes, yes. കൈ ഉയർത്തിയാണോ, കീശയിൽ കൈവച്ചാണോ, മുഖത്ത് കൈവച്ചാണോ, കൈ കെട്ടിയാണോ, നിശ്യാം, എന്താണ് ഈ എഴുന്നേറ്റ് രാജ്യത്തിന് ഇതേ ചോദ്യം എനിക്കുണ്ട്. അല്ല, as a പൗരൻ, as a പൗരൻ, citizen, നിൽക്കലിന്റെ എനിക്കൊരു രീതിയെ ചോദ്യം കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ല, എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നത് ഒരു അറ്റൻഷൻ അടിച്ച് നിൽക്കണം. ഇവിടെ Yes, പോലീസ് sir, സ്റ്റേഷനിൽ please. മാത്രമാണ് കൈ കെട്ടി അല്ല, നിൽക്കുന്നത്. സാർ, എന്റെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു നിയമപരമായി താങ്കൾക്ക് മറുപടി പറയാൻ പറ്റും. മാർച്ച് 11, 2016 അഡ്വൈസറി ഉണ്ട്. അതിൽ കൃത്യമായി ജനറൽ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, വെൻ ദ നാഷണൽ ആന്തം ഈസ് പ്ലേഡ് എവ്രി വൺ ഇൻ ദ അസംബ്ലി ഷുഡ് സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എന്നുള്ള വേർഡ് അതിന് മുമ്പ് 71-ലില്ല, വേറെ എവിടെയില്ല. ഈ വന്നിട്ടുള്ള മാർച്ച് 11, 2016 അഡ്വൈസറിയിലാണ് ആദ്യമായിട്ട് എങ്ങനെ നിൽക്കണം എന്ന് പറയുന്നുണ്ടോ? എങ്ങനെ നിൽക്കണം എന്ന് പറയുന്നില്ല. റെസ്പെക്ട് എന്നുള്ള റെസ്പെക്ട് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ദേശീയഗാനം കേൾക്കുമ്പോൾ ഇങ്ങനെ നിന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ റെസ്പെക്ട് ആണെന്ന്, അതായത് ഇറ്റ് ഷുഡ് കൺവേ എ മെസ്സേജ് ഓഫ് റെസ്പെക്ട്. How do you explain the respect? ഇരുന്നാൽ റെസ്പെക്ട് ഉണ്ടാവില്ലേ? അപ്പൊ ഇരുന്നാൽ റെസ്പെക്ട് ഇല്ലെന്നൊരു ചോദ്യമുണ്ട്. ഇല്ല, അത് താങ്കൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഒരുവിധം താങ്കൾക്ക് ഇരിക്കുന്ന ആരോടും റെസ്പെക്ട് ഇല്ല. ഇല്ല, ഇതൊക്കെ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്റെ മനസ്സാണ് തീരുമാനിക്കുന്നത്, അത് ഞാനാണ് തീരുമാനിച്ചത്. Yes, yes, yes. ബാക്കി എല്ലാവരും പങ്കെടുക്കണം. കേരളത്തിൽ നടന്നൊരു കേസ് ഉണ്ടായിരുന്നു, വിജയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതില് അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ ദേശീയ ഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിരുന്ന സമയത്ത് കോടതി പറഞ്ഞത് ദേശീയ ഗാനം ആലപിക്കണമെന്നില്ല, നമ്മൾ ബഹുമാനാർത്ഥം അവിടെ അതിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി പറയുന്നത് ദേ ഷോഡ് റെസ്പെക്ട് ബൈ സ്റ്റാൻഡിംഗ്, ദാറ്റ് ഇസ് ഇനഫ്, ദേ നീഡ് നോട്ട് സിംഗ് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി നേരെ തിരിച്ചവർ അതെങ്ങനെ മനസ്സിലാക്കുക? അവർ നിന്നു എന്ന് അവർ കൊടുത്ത ആർഗ്യുമെന്റ് ആണ്. അവർ ഇരുന്നുകൊണ്ട് തന്നെ അവർ റെസ്പെക്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ക്ലാരിറ്റി ഓൺ ദിസ് ഇഷ്യൂ ഹാസ് ടു ബി ഗിവൺ ബൈ ദ ലെജിസ്ലേച്ചർ. ഇതാണ് ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ലെജിസ്ലേച്ചർ ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ അതുവരെ കേസ് ടു കേസ് ആയിട്ട് സാധനങ്ങൾ മാറും. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ പല രീതിയിൽ നേരത്തെ നിന്ന് കാണിച്ചു, അത് നിന്ന സ്ഥലവും സന്ദർഭവും അനുസരിച്ചിരിക്കും ആ റെസ്പെക്ടിന് ബാക്കിയുള്ള കോമൺ മാൻ, റീസണബിൾ ആൻഡ് പ്രൂഡന്റ് മാൻ എങ്ങനെ അതിനെ അവലോകനം ചെയ്യുന്നുള്ളത്. നിൽപ്പും ഇരിപ്പും സിനിമാ തിയേറ്ററും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആ എഴുത്തിന്റെ ഭാഷ ഇനി താങ്കൾ എഴുതി തുടങ്ങുമ്പോൾ ദേശീയഗാനോ ദേശീയ സിംബൽസോ ഒക്കെ വേണ്ടി വരും പുസ്തകത്തിന്റെ മുൻപേജ്. അല്ല, അത് തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പം ഞാൻ കാണുന്നത് ഇരുന്നാലും നിന്നാലും ഇതൊന്നും എൻ്റെ കാഴ്ചപ്പാടിലൊരു പ്രശ്നമല്ല. എന്നെ ദേശീയതയെ എന്നെ അലട്ടുന്ന പ്രശ്നം എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സ് എൻ്റെ രാജ്യത്തോടും എൻ്റെ എൻ്റെ സമൂഹത്തോടും എനിക്കുണ്ടെങ്കിൽ ഞാൻ ദേശീയബോധമുള്ളവനാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം. അതിനൊരു ദേശീയ ഗാനം കേൾക്കുകയോ ദേശീയ ഗാനം കേൾക്കുമ്പോൾ ഇരിക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യുകയോ എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമേ അല്ല. മാത്രവുമല്ല, നമ്മുടെ സിനിമ തിയേറ്ററിലാണെങ്കിൽ ഞാൻ ചെന്നിരിക്കുന്നത് ദേശീയ ഗാനം കേൾക്കാനല്ല, ഞാൻ ചെന്നിരിക്കുന്നത് സിനിമ കാണാനാണ്. ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് തന്നെ നാഷണലിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നാഷണലിസം ഉണ്ടാവേണ്ടത് ഒരു മനുഷ്യന്? ഒരു രാജ്യത്ത്, പ്രത്യേകിച്ചും ഒരു രാജ്യത്ത് ഒരു ജനത അല്ലെങ്കിൽ ഒരു പൗരൻ ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് നാഷണലിസം ഫോം ചെയ്യുന്നത്. അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഈ നാഷണൽ ആന്തം പാടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ വർത്തമാനകാല അവസ്ഥ എന്താണ്? പണ്ട് കാലത്ത് ബഹുസ്വര സമൂഹത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയത എന്ന് പറഞ്ഞതെങ്കിൽ ഇന്ന് നിങ്ങൾ നായരാണ്, നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഈഴവനാണ് എന്ന് പറഞ്ഞ് വിഘടിപ്പിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഈ ദേശീയ ഗാനം കൊണ്ടുവച്ചിട്ട് എന്താണ് കാര്യം? റൈറ്റ് സാർ, ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ ഈ രണ്ടാം പാദത്തിൽ പ്രസക്തമായ ചോദ്യം വന്നത് എന്തുകൊണ്ടാണ് സിനിമാശാലകൾ മാത്രമാകുന്നത്? ഈ നിൽപ്പും ബഹുമാനവും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. അല്ല, എനിക്ക് നമ്മളൊരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു കാര്യം അല്ല, ഇത് കോടതിയിൽ ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥയ്ക്ക് അനുസരിച്ച് ദേശീയ ഗാനത്തോട് പ്രതികരിക്കാം എന്ന് താങ്കൾ കോടതിയിൽ പ്രൂവ് ചെയ്യോ? ഈ പറ്റില്ലല്ലോ. പറ്റില്ല. ഒരു ഞാൻ ആദ്യം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ സംബന്ധിച്ചുള്ള ഒരു കോടതി വിധി തന്നെ ആവശ്യമില്ലാത്ത കാഴ്ചപ്പാടാണ്. അത് പറ്റില്ല. പക്ഷെ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് മെന്റൽ എലമെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അല്ല, അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. നിങ്ങൾ എവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുണ്ടോ? തെളിവിനനുസരിച്ചിട്ട് ഒരു ഭരണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ one question.
യെസ്. ദേശീയ ഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണോ അതോ ഇരുന്നു കൊണ്ടായാൽ ദേശസ്നേഹം വരില്ലേ? ഉണ്ടാവില്ലേ എന്നതാണ് ഇവിടെ ചോദ്യം. യെസ്. ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തിനെ അത് ദേശീയ ഗാനമായാലും മറ്റു വിശ്വാസങ്ങളായാലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളത് ഭാരതീയമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതിലൊരു തർക്കമില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് ഇന്ത്യക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും എഴുന്നേറ്റ് നിന്നേ പറ്റൂ. അതിലൊരു തർക്കമില്ല. ഇന്ത്യയിൽ ഭാഗ്യവശാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു നിയമം ഇപ്പോഴില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് ഉണ്ടാക്കേണ്ടത് പാർലമെൻറ്റാണ്. നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ ഇരുന്ന് ക്ലോസുകളും ചർച്ച ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ എടുത്ത് അതിൻ്റെ ശിക്ഷ ഉൾപ്പെടെ തീരുമാനിച്ച് അത് ഇങ്ങനെ ഒന്നു മുതൽ അവസാനം വരെ വീണ്ടും വായിച്ച് ഉണ്ടാക്കേണ്ട ഒരു നിയമം ഒരു സിറ്റിംഗിൽ കോടതി മുറിക്കകത്ത് വരേണ്ടതല്ല. അത് ജുഡീഷ്യൽ ഓവർ റീച്ച്. എനിക്ക് ഇത് ഭാരതീയ സംസ്കാരം എന്ന് പറയാൻ പാടില്ല. ഈ ജനഗണമന എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായ പ്രശ്നമാണ്. അതിനെ ഭാരതീയ സംസ്കാരത്തിന്റെ സങ്കുചിതത്തോട് ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം കേട്ടോ. ഭാരതത്തിന്റെ ദേശീയ ഗാനം എങ്ങനെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് അന്യമാവും? സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഭാരതീയ സംസ്കാരം അതിനു മുമ്പുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഒരു ഭരണഘടനാ പ്രശ്നത്തെ അല്ലെങ്കിൽ ജനഗണമന എന്ന പ്രശ്നത്തെ എടുത്തുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും സങ്കുചിതവും ഏറ്റവും സ്വച്ഛാധിപത്യപരവുമായ അംശങ്ങളുമായി ചേർത്ത് വയ്ക്കാനുള്ള നിഗൂഢമായ ശ്രമമാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഒന്നല്ല. അതിനോട് ചേർത്ത് വെക്കാൻ നമ്മുടെ ഭരണഘടന അംഗീകരിക്കും. ചോദ്യം ചെയ്യപ്പെടുന്നു. ഞാൻ പറയാം കുട്ടി, ഒരു സംശയം. ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ കുട്ടികളും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുള്ളിൽ ജീവിക്കുന്നവരല്ലേ? ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്ക് ഈ ദേശീയഗാനം പാടാനാവില്ല. അവരുടെ മതവിശ്വാസം അങ്ങനെയാണ്. അവരെ അംഗീകരിച്ചല്ലേ പറ്റൂ. കോടതി അംഗീകരിച്ചിരിക്കുന്നു. അവരെ പാടില്ല. റെസ്പെക്ട് കാണിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ ചോദ്യം അങ്ങ് പറയാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഈ കുട്ടി പറയുന്നത് പോലെ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് നിന്നുകൊണ്ട് ബഹുമാനിക്കുക. അങ്ങനെയാണോ? അങ്ങനെയല്ല, മുഴുവനായിട്ട് അങ്ങനെയാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം ബഹുമാനം എന്ന് പറയുന്നത് അത് നമ്മൾ പല സ്ഥലങ്ങളിലും നിന്ന് തന്നെയാണ് ആ ബഹുമാനം നമ്മൾ കാണിക്കാറുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്നത് വീട്ടിന്റെ കസാരയിൽ കാലും എടുത്ത് വെച്ച് ഇരുന്നുകൊണ്ടല്ല. അങ്ങനെ വരുന്ന അതിഥിയെ കാലിന്മേൽ കാലെടുത്ത് വെച്ച് താങ്കൾ അഥവാ സ്വീകരിച്ചാൽ താങ്കളെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ നാളെ. ഇതാണ് ഇവിടുത്തെ വിഷയം. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള വിഷയവും വീട്ടിനകത്ത് അതിഥി കയറി വരുന്ന വിഷയവും ഒന്നല്ല. ഒന്നും ഒരാളുടെ പൗരാവകാശം ലംഘിക്കപ്പെടാൻ പോവുകയാണ്. സംഘപരിവാറും BJPയും ജനഗണമനയ്ക്കാണോ പ്രാധാന്യം ഇപ്പോൾ നൽകുന്നത്, ദേശീയ ഗീതത്തിനാണോ? അഥവാ ഈ രണ്ടിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ഒന്നിൽ നിന്ന് കുറവല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നുണ്ട്, ദേശീയ ഗീതത്തെ അംഗീകരിക്കുന്നു. ചർച്ചയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. നിർബന്ധമായും നിങ്ങളിൽ ഉണർത്തുന്നത് രാജ്യസ്നേഹമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നിർബന്ധിച്ചുണർത്തിയാൽ രാജ്യസ്നേഹം ഉണരുമോ എന്നതാണ് ചോദ്യം. മൂന്നാം ഭാഗത്തിൽ നിർബന്ധിച്ചുണർത്തേണ്ടതും പരിപാലിക്കേണ്ടതുമാണോ രാജ്യസ്നേഹം എന്ന് പറയുന്ന വികാരം? ഇതെങ്ങനെ, ഏത് ക്ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക? ഇത് ആർക്കാണ് ബാധകമാകുന്നത്? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമാണോ? സിനിമ കാണുന്ന പൗരന്മാർക്കാണോ? അതല്ല വിദേശികളായിട്ടുള്ളവർക്കും ബാധകമാണ്? ഈ റെസ്പെക്ട് പറഞ്ഞത് സാർ എങ്ങനെ പ്രകടിപ്പിക്കാറ്? ഞാൻ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ദേശീയ ഗാനം വിടും. ദേശീയ ഗാനം എഴുന്നേറ്റ് നിൽക്കുന്നയാളാണ് ഞാൻ. അത് എന്റെ ഇഷ്ടമാണ്. രാജേന്ദ്രൻ, ചോദ്യം ഇതാണ്. ദേശീയ ഗാനമല്ല, താങ്കൾ എങ്ങനെയാണ് റെസ്പെക്ട് മറ്റേതിനോടെങ്കിലും ആരോടെങ്കിലും പ്രകടിപ്പിക്കുക? ഞാൻ പലതരത്തിലാണ്. ഒരു കാര്യം ഞാൻ സംസാരിക്കും, ഇരിക്കും എന്ന് പറയൂ. ആയിരക്കണക്കിന് ഇന്ന് ഇന്ത്യയിൽ ഈ റെസ്പെക്ട് കാണിക്കുമ്പോൾ ഒരാൾ ഒരിക്കലും ഇരിക്കാറില്ല. അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ ചെലപ്പോഴാം
റെസ്പെക്ട് കാണിക്കുമ്പോൾ ഇന്ന് ഔപചാരികമായിട്ടോ ആണെങ്കിലും ശരി, വ്യക്തിപരമായിട്ടാണെങ്കിലും ശരി, നമ്മൾ ഒരു വ്യക്തിയോട് കാണിക്കുന്ന റെസ്പെക്ട് എന്താണ്? ഒരു ഹാൻഡ് ഷേക്ക് ആണ്. ഈ ഹാൻഡ് ഷേക്ക് ഒന്നും ഭാരതീയൊന്നും അല്ല. ഇവിടെ അതല്ല അങ്ങനെയൊന്നുമില്ല. ഹാൻഡ് ഷേക്ക് ആണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമസ്കാരം പറഞ്ഞിട്ട് സ്വീകരിക്കാറില്ല. നമസ്കാരം എന്നാരാ പറയാ? സംസ്കൃതം അറിയാവുന്നവർ മാത്രമേ പറയൂ. ഒറ്റ ആദിവാസിയും നമസ്കാരം എന്ന് പറയില്ല. അവന്റെ ഭാഷയിൽ ആ വാക്കില്ല. സംസ്കൃതം ആ വാക്കില്ല. നമസ്കാരം എന്നുള്ളൊരു എന്റെ സംശയം ഇതാണ്. അട്ടപ്പാടിയിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ഏതെങ്കിലും ഉത്തർപ്രദേശിലെ ആദിവാസി ഊരുകളിൽ നിന്ന് വരുന്ന ഒരാൾ നമസ്കാരം എന്ന് പറയണമെന്ന് നമ്മൾ പറയുന്നത് അല്പം കടന്നു കയ്യിൽ. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളെ ആവശ്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ സിനിമാ ശാലകളിൽ മാത്രം പോരാ, ക്യാമ്പസുകളിലേക്ക് വരണം. കാരണം ഇന്ന് പല ആളുകളും തീവ്രവാദി സംഘടനകളിൽ IS പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭാരതത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുലിമുരുകൻ നടന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ടാക്കീസിൽ പോയി. ആ സമയത്ത് പല ആളുകളിലേക്കും ദേശസ്നേഹം അല്ലെങ്കിൽ ആ രീതിയിൽ സിനിമ കാണാത്ത ആളുകൾക്ക് നാഷണലിസവും പാട്രിയോട്ടിസവും വേണ്ട. അത് എങ്ങനെയാ നിങ്ങൾ കോളേജിൽ എത്ര ഗ്രാമീണര് അവർക്കൊന്നും ഈ നാഷണലിസവും പാട്രിയോട്ടിസത്തിനെ കുറിച്ച് മുഴുവൻ ആളുകൾക്കും വേണം. ഞങ്ങൾ പറയുന്നത് സ്കൂളുകളിൽ നാഷണൽ ആന്തം നിർബന്ധമാക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടെ പല സ്കൂളുകളിലും ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളിപ്പോ ഒരു അധ്യാപകൻ ഞാൻ പറയട്ടെ എന്നെ പറയാനാണ് ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് അറ്റൻഷനായി നിന്ന് ആ ഗാനം പാടിയതിനു ശേഷം പുറത്തേക്ക് പോകാറുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞേ, ഇവിടെ നാഷണാന്തം കേൾക്കുമ്പോഴാണോ അതൊരു പ്ലഡ്ജ് പറയുമ്പോഴാണ് ദേശസ്നേഹം ഏറ്റവും കൂടുതൽ കൂടുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ദേശസ്നേഹം പ്രകടിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അല്ലെങ്കിൽ എന്തിനായി ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ട് ദേശസ്നേഹം അല്ലെങ്കിൽ ഒരു മര്യാദ ആരെങ്കിലും വരുന്നത് കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പോയി ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതാണോ നിങ്ങൾ പറയുന്ന ആ ഒരു മര്യാദ? പറയട്ടെ, സംസ്കാരം പറഞ്ഞത് ഭാരത സംസ്കാരം തന്നെ ബാക്കിയുള്ള പ്രശ്നമായിട്ട് വരിക. ഇവര് നിർവചിക്കുന്നില്ല എങ്ങനെ റെസ്പെക്ട് ചെയ്യണം ഒരു വിഭാഗം പറയുമ്പോൾ ഇവിടുത്തെ സദാചാര പോലീസായിട്ട് മാറുന്നു. ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. എങ്ങനെ വേണമെന്ന് നിർവചിച്ചു സമയം കൊടുക്കും. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഞാൻ പറയട്ടെ, സിമ്പിൾ പോയിന്റ് സിംഗിൾ ആയിട്ട് പറയും. താങ്കളുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി ഈ മുണ്ടെടുത്തുകൊണ്ട് താങ്കൾക്ക് പോലീസിൽ ചേരാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പറ്റില്ല. മാത്രമാണ് സദാചാരം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ഭാരത സംസ്കാരം എന്ന് എങ്ങനെ പറയാൻ? ഞങ്ങൾ ഒരിക്കലും പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ രാജേട്ടൻ പറഞ്ഞതുപോലെ BJPക്കോ രാഷ്ട്രീയ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ മാത്രമല്ല ഈ ദേശീയ പറഞ്ഞിട്ടില്ല നിങ്ങൾ സംഘപരിവാർ എന്ന്, നിങ്ങൾ BJP. ഞാൻ പറയട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾ മാത്രം ഏകപക്ഷീയമായി നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സദാചാര പോലീസ് ഇവിടത്തെ തകരാൻ പോകുന്ന ക്രമസമാധാനമില്ല. പല ആളുകൾ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ചോദ്യം, എനിക്ക് ഒറ്റ ചോദ്യം. നിങ്ങളിപ്പോ സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സംഘപരിവാർ RSS ഒരു യോഗം തുടങ്ങുമ്പോൾ ജനഗണമന പാടിയിട്ടാണോ ഇന്ത്യയിൽ യോഗം തുടങ്ങുന്നത്? സംഘപരിവാർ ദേശീയ ഗാനം അംഗീകരിക്കുന്നുണ്ടോ? ദേശീയ പതാകയും അംഗീകരിക്കുന്നുണ്ടോ? ദേശീയ ഗാനവും ദേശീയ പതാകയും അംഗീകരിക്കുന്നുണ്ടോ? ഒരു ചോദ്യം. വന്ദേ മാതരം പാടി രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന വന്ദേ മാതരം പാടി സാർ പറയുന്നത് തെറ്റാണ്. കാരണം ഞങ്ങൾ യോഗത്തിന്റെ ആരംഭത്തിൽ വന്ദേ മാതര ഗാനവും അവസാനത്തിൽ ദേശീയ ഗാനവും പാടിയിട്ട് തന്നെയാണ് അവസാനിപ്പിക്കാറ്. എങ്ങനെയാണ് വിദേശികൾക്ക് ഈ നിയമം ബാധകമാക്കാനാവുക? എനിക്ക് മനസ്സിലാവാത്തതാണ്. 51A ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്. അതാണല്ലോ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിധിയിൽ കോട്ട് ചെയ്തിരിക്കുന്നത് 51A ആണ്. 51A ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ലേ ബാധകം? മൗലിക കർത്തവ്യങ്ങളല്ലേ? ശ്യാം, അല്ല, സ്വാഭാവികമായി അതിനകത്ത് ഒരു ഞാൻ ഒന്നുകൂടെ പറയാം. വിദേശികൾ എഴുന്നേറ്റ് നിൽക്കരുത് എന്നോ നിൽക്കേണ്ട എന്നോ ഞാൻ പറഞ്ഞതിന് അർത്ഥമേ ഇല്ല. വിദേശികൾക്ക് എഴുന്നേറ്റ് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം. അത് അങ്ങനെ പോകട്ടെ. പക്ഷെ 51A പ്രകാരം വിദേശികൾ ഇതിനകത്ത് വരുമോ?
താങ്കൾക്ക് ആ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. അവ്യക്തതകൾ ഉള്ളത് തന്നെയാണ് ഈ ഇന്ററിം ഓർഡർ. അവ്യക്തതകൾ തീരുന്നത് ഫൈനൽ ഓർഡർ വരുമ്പോൾ മാത്രമാണ്. ഇപ്പോഴുള്ള അവ്യക്തതകൾ തീർക്കണമെങ്കിൽ ഇപ്പം 51A അല്ല, ചോദിച്ചു. എന്റെ സംശയത്തില്ല. Correct ആണ്. 51A ആ പോയിന്റ് ഞാൻ ഒന്ന് ബ്രേക്ക് എടുക്കുന്നു. ഈ അവ്യക്തത ഇല്ലാതെ ഒരു ഉത്തരവ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ആ അവ്യക്തമായിട്ട് എന്തിനു ഉത്തരവ് ഇറക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല, that is the prerogative of the Supreme Court. അതാണ് എന്റെ Pass സംശയം. interim measures. അത് പൗരനില്ലാത്ത പ്രൊറോഗേറ്റീവ് സുപ്രീം കോടതിക്ക് എങ്ങനെ കിട്ടും? സർ, ഇതിന് പിന്നിൽ മറ്റൊരു നിയമപ്രശ്നം കൂടി ഉണ്ട്. കാരണം ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായ പാർട്ട് 4 തുടർന്നുള്ള പാർട്ട് 4A ആണ്. പാർട്ട് 4A ആർട്ടിക്കിൾ 32 ബാധകമാവില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് 256 എടുക്കാനും ആവില്ല. എന്ന് പറഞ്ഞാൽ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. താങ്കൾ ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പം അതിനെ റിക്കോൾ ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. That has to be decided. യെസ്. അതിനിടയ്ക്കാണ് ശ്രീ ബാലചന്ദ്രൻ ഈ നിർബന്ധിച്ച് ഇൻസ്റ്റിൽ കമ്മിറ്റഡ് പാട്രിയോട്ടിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മിറ്റഡ് പാട്രിയോട്ടിസം ഉണർത്താൻ ദേശീയഗാനം കേൾപ്പിച്ച പറ്റുമോ? പറ്റില്ല. മാത്രമല്ല, അത് ഉണ്ടാക്കുന്നത് ദേശീയ ബോധമായിരിക്കില്ല, ദേശീയ വിരുദ്ധമായ ഒരു സങ്കല്പമായിരിക്കും. അതാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ച് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ദേശീയഗാനത്തെ കുറിച്ചിട്ട് നമ്മളുടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ്, ബംഗാൾ 7 പ്രവിശ്യകൾ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന, ഇന്ത്യ ഉണ്ടായിരുന്ന 7 പ്രവിശ്യകളെ മാത്രം പ്രയോഗിക്കുകയും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കേരളം അടക്കമുള്ള കാശ്മീർ, രാജസ്ഥാൻ, ഇത്തരം എല്ലാ സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ ഗാനം ഉണ്ടാക്കിയത്. അന്ന് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി കഴിഞ്ഞാൽ കിങ് ജോർജ് 5 ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് വരവേൽക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ട്. നാഷണൽ ആന്തത്തിന്റെ അവ്യക്തതയോ അല്ലെങ്കിൽ അതിന്റെ സ്വീകാര്യതയോ അമ്പതോടുകൂടി അവസാനിച്ചു. എന്റെ ഒരു സംശയമുണ്ട്. സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യ ഇന്ന് ഇന്ത്യയിലല്ല, അത് ഇൻഡസ് വാലി. അതിന്റെ നിർവചനം ഇപ്പം നമ്മൾ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് സിന്ധ് അല്ലെങ്കിൽ ഇൻഡസ് വാലി എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് സംഭവങ്ങൾ വെച്ചിട്ട് ഒരു നാഷണലിസം ഫ്രം കാശ്മീർ ടു കേരള വരെ ഉണ്ടാക്കുന്നു, ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നു. ഇതെല്ലാം സിമ്പിൾസ് ആണ്. യു കനോട്ട് ജസ്റ്റ് ഇൻസ്റ്റിൽ നാഷണലിസം ഓർ പാട്രിയോട്ടിസം ബൈ എ സോങ് ഓർ എ സിമ്പിൾ ഓർ എ ഫ്ലാഗ്. ദീസ് ആർ ഓൾ എന്റെ ഒരു സംശയം, എങ്ങനെയാണ് ഒരു തമിഴ്നാട്ടുകാരന് ദേശീയഗാനം കേട്ടാൽ ദേശീയ വികാരം ഉണ്ടാവേണ്ടത്? അവന്റെ പ്രദേശമോ അവനെ ബാധിക്കുന്ന സംസ്കാരത്തിന്റെ സിമ്പിൾസോ? അത് ദേശീയല്ല, നിങ്ങൾ റീജിയണലിസം ആണ് സംസാരിക്കുന്നത്. നാഷണലിസം എന്നാണ് കോടതി പറയുന്നത്. അല്ല, നാഷണലിസം വരുന്ന സമയത്ത് ഒരു നാഷണൽ സിമ്പിൾ ഇന്ത്യ മുഴുവനായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉണ്ട്. അല്ല, എനിക്ക് നമ്മൾക്ക് ഇത്രയൊക്കെ ചർച്ച ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു എഴുത്തുകാരൻ അല്ല, എന്റെ മനസ്സിൽ ഇപ്പൊ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രശ്നം, ഭാരതീയത എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന ദേശീയത എന്ന് പറയുന്നത് ഇപ്പൊ അപകടത്തിലായി പോയോ എന്നൊരു സംശയമാണ്. നമ്മൾ എന്തിനാണ് ഇത്ര അധികം ഈ ദേശീയതയെ കുറിച്ച് സംസാരിക്കുന്നത്? പൊതുജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലം, ഒരിടത്ത്, അതായത് തിയേറ്ററുകളിലോ മറ്റ് എവിടെ ആയിരുന്നാലും അവിടെ ദേശീയ ഗാനം ആലപിക്കുന്നതിലൂടെ എങ്ങനെ ഭാരതീയത ഇല്ലാതാവും? എങ്ങനെ ദേശീയത ഇല്ലാതാവും? അതിന് മുമ്പ് അനിൽ കേസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം എഴുതി ചോദിച്ചിരിക്കുന്ന വളരെ ഒരു കാര്യമുണ്ട്. മിമിക്രി, ഗാനമേള, കഥകളി, ഓട്ടംതുള്ളൽ, ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഇത് ബാധകമാവുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ വേണമെന്നാണോ കുട്ടിയുടെ അഭിപ്രായം, അതോ വേണ്ടെന്നാണോ? കല്യാണം, മരണവീട്, അതുപോലുള്ള അത് നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് സീരിയലുകൾക്ക് മുമ്പിൽ അതാണ് എസെൻഷ്യൽ ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കബിലിറ്റി ഓർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഓർഡർ. That will create a മറ്റൊന്നുകൂടെ, ആരാണ് ഇങ്ങനെ ഒരു നിയമം നിർമ്മിക്കേണ്ടത് ഇന്ത്യയിൽ? അതിന് ഉത്തരം പറയൂ. ഇന്ത്യയിൽ ആരാണ് ഒരു നിയമം നിർമ്മിക്കേണ്ടത്? പാർലമെന്റ് എന്നും ജുഡീഷ്യറി എന്നും വ്യത്യാസം പറയാണ്ട് പാർലമെന്റ് നമ്മളാണ്, നമ്മളയച്ച വ്യക്തികളാണ്, നമ്മളാണ് നിയമം. നമ്മുടെ തോൽവിയാണിത്. പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളതാണ്. പാർലമെന്റിന്റെ ഭാഗത്ത് തോൽവി ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് തോൽവി ഉണ്ടായെന്നാണ്. അതായത് നിർമ്മിക്കേണ്ട നിയമം നമുക്ക് വേണ്ടി കോടതി. ദേശീയ ഗാനം തിയേറ്ററിൽ കേൾപ്പിക്കുമ്പോൾ ഒരാളിൽ ദേശസ്നേഹം ഉണ്ടാകുന്നു എന്ന് വസ്തുനിഷ്ഠ അക്കാദമിക് സാഹചര്യങ്ങളിൽ എത്ര പഠനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്? സുഹൃത്തെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ ദേശീയ ഗാനത്തെ കുറിച്ച് ഇപ്പോഴും ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് നാടിന്റെ അഭിപ്രായം. അതിനെ ജനാധിപത്യം അങ്ങനെ ഇന്ത്യൻ ജനതയെ ഒരു കോർക്കിലേക്ക് അടച്ചിരുത്താൻ ആരെങ്കിലും ജനഗണമനയെ ഉപയോഗിക്കും
ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ അടിച്ചേർക്കുന്നവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഞങ്ങൾ അടിച്ചിരുത്തൽ കാലഘട്ടത്തിൽ ദേശീയതയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് സാറ് ചോദിച്ചു. കൊടുക്കേണ്ട ആവശ്യമില്ലേ? ഈ സാഹചര്യത്തിൽ ഭാരതത്തിൽ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം ആ രീതിയിലുള്ള തീവ്രവാദമാണ് ഭാരതത്തിൽ നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ നശിപ്പിച്ച് കഴിഞ്ഞ 3 വർഷമായി ആരാണ് ഇന്ത്യൻ ദേശീയതയെ നമ്മുടെ സമൂഹത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ദേശദ്രോഹ കുറ്റം ചുമത്തിയത് ആരാണ്? ദേശീയ പതാക അംഗീകരിക്കാത്ത RSSന് എന്ത് ഔദാര്യമുള്ളത്? ഇവിടെ അവകാശമുള്ളത് പതാകയെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് സംഘം RSS. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ അടുത്ത് മറ്റേ ഈ റിപ്പോർട്ടർ ചാനൽ ശശികല ടീച്ചർ എന്താ പറഞ്ഞത്? അവര് ദേശീയ പതാക അവര് മാറ്റം വരുത്തണം എന്നതാ പറഞ്ഞിട്ടുള്ളത്. ദേശീയ ഗാനത്തിലും ദേശീയ പതാകയിലും ഈ രാജ്യത്ത് ദേശീയ ഗാനം നിലവിൽ അംഗീകരിക്കപ്പെടുന്നിടത്തോളം കാലം അതിനെ വന്ന ബയ്യ ജോഷി നിങ്ങളെ നേതാവാ, അദ്ദേഹം എന്താ പറഞ്ഞത്? മാറ്റം വരുത്തണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ദേശീയ പതാകയിലും ദേശീയ ഗാനിലും മാറ്റം വരുത്തണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാ. രാഷ്ട്രീയപരമായിട്ട് തന്നെ ഒരു കഴിഞ്ഞ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങളുണ്ടായി. കാർഗിൽ വാറുണ്ടായി. ഗുജറാത്തിൽ ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുന്ന സംഭവങ്ങളുണ്ടായി. അന്നൊന്നും ഉണ്ടാവാത്ത ഒരു ദേശീയതയും ദേശീയ വികാരവും ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് വിട്ടു. അതെല്ലാം BJP ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്താണ്. വളരെ നല്ല പോയറ്റായിട്ടുള്ള SIs ആയിട്ടുള്ള ഒറേറ്ററായിട്ടുള്ള BJP ഭരിക്കുന്ന എല്ലാവരും അംഗീകരിക്കപ്പെട്ടുള്ള ഒരു BJP നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും ഇത്തരം ഒരു കെട്ടി ഏൽപ്പിക്കുന്ന ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ദേശീയത കണ്ടിട്ടില്ല. കേട്ടോ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബിജു ഇമ്മാനുവൽ കേസ് ഉണ്ടല്ലോ, യഹോവ സാക്ഷികളുടെ കേസ്. ആ കേസിൽ പ്രധാനപ്പെട്ട ഒരു വിധി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സാരാംശം സഹിഷ്ണുതയാണ് എന്നാണ്. സഹിഷ്ണുതയാണ് ഇന്ത്യൻ ഭരണഘടന പ്രീച്ച് ചെയ്യേണ്ടത് എന്നാണ്. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എഴുന്നേൽക്കാനും എനിക്ക് എഴുന്നേൽക്കാതിരിക്കാനും, നിങ്ങൾക്ക് കൂടെ പാടാനും എനിക്ക് പാടാതിരിക്കാനും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരസ്വാതന്ത്ര്യമാണ്. ശ്രീരാജൻ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. കാര്യം ഇത് പറഞ്ഞതും സുപ്രീം കോടതിയാണ് ബിജു ഇമ്മാനുവൽ കേസിൽ. ഒന്നുകൂടെ പറഞ്ഞത് റൈറ്റ് ടു സൈലൻസ്. ഭാരതത്തിൽ നിശബ്ദനായിരിക്കാൻ അയാൾക്ക് ശ്യാം, ഈ റൈറ്റ് ടു സൈലൻസ് എന്ന് പറയുന്നതിന് അതിഭീകരമായ അല്ലെങ്കിൽ വ്യാപ്തി നിറഞ്ഞ ഒരു വലിയ അർത്ഥമില്ലേ? ഒരു സംശയമില്ല. ഇതിന്റെ എല്ലാത്തിന്റെ അണ്ടർലൈങ് ഒറ്റ എലമെന്റേ ഉള്ളൂ. സൈലൻസ്, സിംഗിങ്, സ്റ്റാൻഡിങ്, സിറ്റിംഗ്. റെസ്പെക്ട് ഉണ്ടോ? എവറിത്തിങ് ഈസ് കറക്റ്റ്. റെസ്പെക്ട് എങ്ങനെ വേണമെന്നുള്ളതിന് നിങ്ങളുടെ ഡിബേറ്റിനനുസരിച്ച് പോകുന്നതായിരിക്കും. ഇന്നത്തെ വർത്തമാനകാല അവസ്ഥ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ ജനഗണമനയുടെ ഇമ്പോസിംഗിന്റെ കാരണവും അതിന്റെ ഫലവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഒരു കാര്യം കൂടെ, ശ്വാസകോശം വന്നോ എന്ന് ചോദിക്കുന്ന സമീപകാല സിനിമയിലെ ഹാസ്യരംഗം പോലെ ആയിത്തീരുമോ ഭാവിയിൽ ഇനി ജനഗണമന പോയോ എന്ന ചോദ്യം ഇടവേളയ്ക്ക് ശേഷം. വേണ്ടത്ര അവധാനതയില്ലാതെയാണോ ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് വന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ട്രോളാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്, അതിനെ കോമഡിയായി കാണാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എൻ്റെ ഒരു സംശയം ശ്യാം, ഈ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എഴുതി കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്വാസകോശത്തെക്കുറിച്ച് വന്നിരിക്കുന്ന ആ ഒരു കോമഡി നിറഞ്ഞ കാര്യമുണ്ടല്ലോ, വളരെ രസകരമായിട്ടാണ് പ്രേക്ഷകർ അതിനെ കണ്ടത്. പക്ഷെ നാളെ ജനഗണമനയുടെ കാര്യത്തിലും ഇത് സംഭവിച്ചുകൂടെ? ഇതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, അത് എന്ത് തമാശ രൂപേണ എടുത്താലും അതിനൊരു പോസിറ്റീവ് സോഷ്യൽ ഇഫക്റ്റ് ഉണ്ടായിട്ടില്ലേ ശ്വാസകോശത്തിന്? ഞാൻ വക്കീലിനോട് ചോദ്യം ചോദിക്കാം. അത് നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ വരുന്നതല്ലെങ്കിലും ബലാത്സംഗം സിനിമാ സീനിൽ നടക്കുമ്പോൾ, വെളുത്തവൻ കറുത്തവർഗ്ഗക്കാരനെ ആക്ഷേപിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിനെ കളിയാക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് വരാത്തത്? എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് വരാത്തത്? ഇറ്റ് ഈസ് സെലക്റ്റീവ്. ഇറ്റ് ഈസ് സെലക്റ്റീവ്. പബ്ലിക് ഗുഡിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പബ്ലിക്കിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മെജോറിറ്റി. വീട്ടിലെ സീരിയലിൽ വീട്ടിലെ സീരിയലിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ എന്താ എഴുതി കാണിക്കാത്തത്? കാരണം കുട്ടികൾ അടിക്കുമ്പോൾ എന്താ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പ്രൊവിഷൻ എഴുതി കാണിക്കാത്തത്? ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഈവിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
അല്ല, ഒന്ന് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ നോ സ്മോക്കിംഗ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് തരുക. ഒരു ക്രിയേഷൻ എന്നുള്ള രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നടന്ന സംഭവമല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിന് ഫിക്ഷ്യസ് ആയിട്ടുള്ള ഫീച്ചർ ഫിലിം, ഫിക്ഷൻ ഫിലിം എന്നുള്ള കാറ്റഗറി തന്നെ വരുത്തിയിരിക്കുന്നത്. വേറൊരു തമാശ കൂടി അതിനെ പോലും 1950 ഒരാൾ ഹെൽമെറ്റ് ഇടാതെ പോകുന്നത് എങ്ങനെയാണ് നിയമപ്രകാരം ശിക്ഷാർഹമാവുക? 1950 ഒരു ഫ്രെയിം ചിത്രീകരിക്കും. This is logic, sir. Sometimes it won't work with the നമ്മുടെ നായകൻ നായികയുടെ കണ്ണിൽ 30 സെക്കൻഡിൽ കൂടുതൽ നോക്കുന്നു. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഓരോ ഫ്രെയിമിലും നിങ്ങൾ എഴുതി വെക്കുന്നില്ല. ഒന്ന് പൊതുവെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജുഡീഷ്യറിയുടെ ഓവർ പവറിംഗ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ ഓവർ പവറിംഗ് അല്ല, നമ്മുടെ അധികാരം അല്ല, നമ്മുടെ ജനങ്ങളല്ല ഇവിടെ ഭരിക്കുന്നത്, ജുഡീഷ്യറി ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. അതെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് താങ്കളായിരുന്നു. കാരണം താങ്കൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന മൗലികാവകാശത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടതും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയേണ്ടതും താങ്കളുടെ ബാധ്യതയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു നിയമം പാസ്സാക്കിയെടുത്തോളം കാലം നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? രാജേട്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ ആ സംസാരത്തിനുടനീളം നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിച്ച് അതൊന്ന് പിളർന്നു നോക്കിയാൽ ജനഗണമനയെ ഒരു കോമിക്കാക്കി അദ്ദേഹം തന്നെ മാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ഭാഗത്ത് പാർട്ടിക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നു, മറുഭാഗത്ത് തന്റെ സ്വകാര്യ കാര്യങ്ങൾ അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്തു. അദ്ദേഹം ഇപ്പൊ തൊട്ടു മുമ്പേ പറഞ്ഞത് ഇത് പാർലമെന്റാണ് നിയമം നിർമ്മിക്കേണ്ടത് എന്നിരിക്കെ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും അതുവരെ ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങളെ ഈ പാർലമെന്റ് നിയമം നിർമ്മിക്കാത്തിടത്തോളം കാലം നമ്മൾ എന്താണ് ചെയ്യുക എന്ന നിസ്സഹായമായ ചോദ്യം അങ്ങയുടേതും പാർട്ടിയുടേതുമാണെന്ന് ഞങ്ങൾ കരുതിക്കോട്ടെ. എന്റെ അഭിപ്രായമായിട്ട് കേട്ടാ മതി, പാർട്ടിയുടെ അഭിപ്രായമായിട്ട്. ഇതിൽ ഒരു പോസിറ്റീവ് എലമെന്റ് ഇല്ലേ? ഇപ്പൊ ഇത്രയും നമ്മൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു ശരിയായില്ല എന്ന്. ഇതുവരെ വന്നിട്ടുള്ള ഒരുവിധമായിട്ടുള്ള റെവല്യൂഷണറി നിയമങ്ങളൊക്കെ പാർലമെന്റ് ഉണ്ടാക്കിയത് ആഫ്റ്റർ എ ഡയറക്റ്റീവ് ഫ്രം ദ സുപ്രീം കോർട്ട് ആയിരുന്നു. ഇതും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാവട്ടെ. ന്യൂ ജനറേഷന്റെ റെപ്രസെന്റ് എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാം. അതെ, ന്യൂ ആണ്. ഒരു കാര്യം പറയട്ടെ, അതിലെന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതുതലമുറ നാഷണൽ ആന്തം എന്ന സംഭവങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല, സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സിനിമാശാലകൾ പോകുമ്പോഴെങ്കിലും ഇത് കേട്ട് എന്തെങ്കിലും ഒരു ഇന്ത്യൻ എന്നൊരു ഫീൽ കിട്ടണം, അത് നല്ലതല്ലേ? ദേശീയഗാനം പാടിക്കഴിഞ്ഞാൽ ദേശീയത വളരോ? വളരണ്ടേ? അതിനു വേണ്ടിയാണല്ലോ ഇതൊക്കെ ദേശീയ ഗാനത്തെ എതിർക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപകടം. നിങ്ങൾ ദേശീയവാദിയാണോ? അദ്ദേഹത്തോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ദേശീയവാദിയാണോ? അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ചോദ്യം ശരിയല്ല. ഒരാളുടെ ദേശസ്നേഹത്തെ നിങ്ങൾക്കതിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരാളെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ലാതെ നമുക്ക് വ്യക്തികൾക്കില്ല. അതൊരു നിയമ സംവിധാനം ചെയ്യാനുള്ള ദേശീയ ഗാനം മാത്രം കേട്ടതുകൊണ്ടോ അല്ലെ ഒരു പ്രതിജ്ഞ ഇല്ലോണ്ടോ മാത്രം കൂറുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മനസ്സിന് തോന്നും എനിക്ക് എൻ്റെ രാജ്യത്തോട് ഇന്ന രീതിയിലുള്ള കൂറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിനെ പരംവൈഭവത്തിൽ എത്തിക്കുന്നുള്ള ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അല്ലാതെ ഇവിടെ വന്നിരുന്നു കൊണ്ട് നമ്മൾ ദേശീയ ഗാനം ആലോചിച്ചുകൊണ്ട് മാത്രം ഉണ്ടാകുമോ അല്ലെങ്കിൽ ദേശീയ ഗാനം മരണം പിടിച്ചോളുമോ? ആ രീതിയിലല്ല. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ ദേശീയ ഗാനം അംഗീകരിക്കണം. ഞങ്ങളുടെ പേഴ്സണൽ ലിബർട്ടിയുടെ മുകളിൽ കടന്നുകയറ്റം വരുമ്പോഴുണ്ടാകുന്ന ബഹുസ്വരത നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഏത് ബഹുസ്വര സമൂഹമാണെങ്കിലും രാജ്യത്തിന്റെ നിയമങ്ങളും രാജ്യത്തിന്റെ നിലപാടുകളും അംഗീകരിക്കാൻ ഈ ചർച്ച നാളിതുവരെ ഇതിനെക്കുറിച്ച് നടന്ന എല്ലാ ചർച്ചകളെയും പോലെ അപകടകരമായ പോളറൈസേഷനിലേക്ക് പോകുന്നു. നിങ്ങൾ ദേശീയ ഗാനം അംഗീകരിക്കാത്തത് എന്ത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യം. ഞങ്ങൾ ദേശീയ ഗാനം അംഗീകരിക്കുന്നവരാണ്. പറഞ്ഞു തീരട്ടെ. ദേശീയ ഗാനം ഒരു തിയേറ്ററിൽ എഴുന്നേറ്റ് നിയമപ്രകാരമുള്ളതാണോ? അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്നതാണ് ചർച്ച. ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത്
ബീഫ് കഴിക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോയിക്കോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു. അതേപോലെ അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്ക് പോയില്ല എന്ന് അതേ പറഞ്ഞുള്ളൂ. ഇവിടെ ഗോവ നിരോധിച്ചത്, ബീഫ് നിരോധിച്ചിട്ടില്ല. ഇവിടെ ബീഫ് നിരോധിച്ചതെങ്കിൽ എന്തിനാണ് നിങ്ങൾ മാട്ടിറച്ചി സൂക്ഷിച്ച മുഹമ്മദ് അഖിലാഖിനെ അടിച്ചു വന്നത്? മുഹമ്മദ് അഖിലാഖിനെ എന്തിനാ അടിച്ചു വന്നത്? മുഹമ്മദ് അഖിലാഖിനെ എന്തിനാ അടിച്ചു വന്നത്? ഈ പേരും പറഞ്ഞ് നിങ്ങൾ സദാചാര ഗുണ്ടായിസം. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ് നിങ്ങൾ നാളെ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരോട് നിങ്ങൾ പറയില്ലേ പാകിസ്ഥാനിലേക്ക് പോയിക്കോ, പാകിസ്ഥാനിലേക്ക് പോയിക്കോ നിങ്ങൾ പറയില്ലേ? ഞങ്ങൾ ദേശീയ ഗാനത്തെ, ദേശീയ പതാകയെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. ഈ പ്രശ്നമാണ്, അതിനാ നിങ്ങൾ ദേശീയ ഗാനം പാടുമ്പോ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി അത് ഉണ്ടാകാത്തതിനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ദേശീയ ഗാനത്തെ കുറിച്ച് എന്താ സംശയം? ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ മേലെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. സർ, ഈ ദേശീയതയെയും ദേശീയോദ്ഗ്രഥനത്തെയും ഈ പാട്രിയോട്ടിസത്തിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ എന്നൊരു പോസിറ്റീവ് ആംഗിളിൽ സുപ്രീം കോടതി ഇത്തരം ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ അതിനെതിരെ എന്തിനാണ് ഇത്രമാത്രം കുരുപൊട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചോദ്യം ഇതാണ് സാർ. ആ വാക്ക് എതിരെ എന്നുള്ള വാക്ക് പിൻവലിക്കണം. എതിരെയല്ല ഇതുവരെ സംസാരിച്ചത് ഒരാൾ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിന്റെ സങ്കുചിത്വത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് അദ്ദേഹത്തിന്റെ വികലമായ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു സങ്കുചിതമായ താല്പര്യം ഭാരതീയ സംസ്കാരത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. ബാലചന്ദ്രൻ വടക്കേടത്ത് ഇവിടെ ഇരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം കൊണ്ടല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ പൗരാവകാശ നിയമങ്ങളുടെ താങ്കളുടെ ഔദാര്യമല്ല. എന്റെ ഔദാര്യമല്ല, സംസ്കാരത്തിന്റെ ഔദാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുവെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഭരണഘടന ഉണ്ടായ ഈ സംസ്കാരത്തിൽ നിന്നാണ്. ആ കാഴ്ചപ്പാട് നമ്മുടെ സംസ്കാരത്തിന് ഉണ്ടായത് കൊണ്ടാണ് ഭരണഘടന അത്തരത്തിൽ നിർമ്മിതമാകാൻ. എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളെക്കാൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഭാരതീയ സംസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ അസഹിഷ്ണുതയുടേതല്ല, അത് സഹിഷ്ണുതയുടേതാണ്. ജനഗണമനയ്ക്കെതിരല്ല ഞങ്ങൾ സംസാരിച്ചത്. ജനഗണമന പാടി നാളെ ഒരാളെയും കൊല്ലരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഭരണഘടന എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കോടതി മുഖാന്തരം അത് പറ്റുമോ ഇല്ലയോ, 51A പറ്റുമോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നം. പക്ഷേ ഏതൊരു പൗരനും ഭരണഘടനയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം, നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ തന്നുവല്ലോ. എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് അംഗീകരിച്ചുകൂടാ? അതിന് കോടതി പറയണോ? റിട്ട് കൊടുക്കണോ? ആവശ്യമില്ല. ഭരണഘടനയിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാം എന്ന് പറയുമ്പോൾ ഭരണഘടന പരിപൂർണമായി അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിന്റെ ഭാഗമാണ്. യു ഷോ റെസ്പെക്ട്. എന്റെ ചുണ്ടിൽ ഇപ്പോഴും കാക്കേ കാക്കേ കൂടെവിടെ എന്നൊരു പാട്ട് എനിക്ക് പകർന്നു തരുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ. അതുപോലെ ജനഗണമന നിങ്ങൾക്ക് എപ്പോഴും എവിടെയും സന്തോഷം വരുമ്പോഴും സ്നേഹം വരുമ്പോഴും ഒക്കെ പാടാം, പാടാതിരിക്കുകയും ആവാം. പാടാം. ഇത്രയും ലാഘവബുദ്ധി പാടാനും പാടാതിരിക്കാനും ഇന്ത്യയിൽ അവകാശമുണ്ട്. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. ശ്രീ ശ്യാം, അബ്സല്യൂട്ട്ലി കറക്റ്റ്. നോക്കൂ, ആ സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ രാജൻ, ദേശീയ ഗാനത്തെ രാഷ്ട്രം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാടണം. ഒരു കണ്ടീഷണലായിട്ട് അങ്ങനെ വേണോ? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഈ ലോകം നമ്മുടെ ഭൂമിയാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരുമാണ്. രണ്ടും പറഞ്ഞത് ഒരാൾ തന്നെയാണ്, മറ്റാരുമല്ല, രവീന്ദ്രനാഥ് ടാഗോർ. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക്. ഇമ്പോസിഷൻ എഴുതി പഠിച്ച ഒരു കവിതയും ഒരാളും ഹൃദയത്തിൽ കയറ്റിയിട്ടില്ല. നിർബന്ധിച്ചുള്ള ഒരു പ്രണയവും ഒരു വിവാഹത്തിലും കലാശിച്ചിട്ടുമില്ല. നിർബന്ധിച്ചുള്ള പ്രണയമല്ല, നിർബന്ധിച്ചുള്ള കവിത പാടലല്ല ജീവിതം എന്ന് പറയുന്നത്. അതിങ്ങനെ തുടരുകയാണ്. നമുക്ക് അങ്ങനെയൊക്കെ കണ്ടാൽ പോരെ? അത്ര ലാഘവത്വം വേണ്ടേ ഈ വിഷയങ്ങൾക്ക് എന്നുള്ളതാണ്. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.